കേനൂസിന്റെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണം ഇക്കുറി UDF തിരിച്ചുപിടിക്കും. ഭരണവിരുദ്ധ വികാരവും പൊതുവെ UDFന് അനുകൂലമായ ഒരു തരംഗവുമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. ജില്ലയിലേക്കും ബ്ലോക്കിലേക്കും മത്സരിച്ച UDF സ്ഥാനാർത്ഥികൾ എല്ലാവരും വിജയിക്കുമെന്നതും ഉറപ്പാണ്. അതോടൊപ്പം തൊട്ടടുത്ത പഞ്ചായത്തുകളായ തൂർ, കാളികാവ്, ചോക്കാട് എന്നിവിടങ്ങളിൽ UDF തുടർ ഭരണം ഉറപ്പിച്ചതായാണ് പോളിംഗ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പോളിംഗ് വിലയിരുത്തി വിശകലനം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കായിക്കൊണ്ട് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും ഒപ്പം പോളിംഗ് ശതമാനം മികച്ച തോതിൽ ഉയർത്തി വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും ആദ്യമായി കേനൂസ് അഭിനന്ദിക്കുന്നു. മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വിജയിക്കാനാകില്ലല്ലോ. പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം വിജയതിലകമണിയുന്നവരെല്ലാം ഭരണകക്ഷി അംഗങ്ങളായതിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ വാർഡിലെ എല്ലാവരുടെയും മെമ്പറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കേനൂസിനും കേനൂസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടി ഞങ്ങൾ അഡ്വാൻസായി അഭിനന്ദിക്കുന്നു. ഇക്കുറി എല്ലാ വാർഡുകളിലും സൗഹാർദ്ദപരമായ പ്രചരണവും പോളിംഗുമാണ് നടന്നത്. കലാശക്കൊട്ടും പോളിംഗും അച്ചടക്കത്തോടെ നിയന്ത്രിച്ച നമ്മുടെ പോലീസ് പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ആഹ്ലാദ പ്രകടനം കൂടി അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ആഹ്ലാദകരം മാത്രമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രതീക്ഷാ നിർഭരമായ കാഴ്ചകൾ പല വാർഡുകളിലും ഇക്കുറി കാണാനായി. പ്രത്യേകിച്ച് ഓരോ വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിൽ സൗഹൃദത്തിന്റെ ഒരു സ്നേഹച്ചരട് കോർത്തിണക്കി പരസ്പരം കുശലം പറയുന്ന അവിസ്മരണീയമായ കാഴ്ച. ഒരാളെ വിജയിക്കൂ, എന്നാൽ നാളെ എല്ലാ പാർട്ടികളിലും പെട്ടവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ കഴിയേണ്ടവരാണെന്ന സന്ദേശമാണ് അവർ പകർന്നു നൽകിയത്. വിജയപരാജയ സാധ്യതകൾ നമുക്കിനി ഒന്ന് വിലയിരുത്താം. പോളിംഗ് സമാപിച്ചപ്പോൾ ഇരുപക്ഷവും നല്ല വിജയപ്രതീക്ഷയിലാണ്. 24 വാർഡുകളിൽ 18 മുതൽ 20 വാർഡുകൾ വരെ നേടാനാകുമെന്ന കണക്ക് കൂട്ടുന്ന UDF ഇക്കുറി ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണെന്ന് പറയുമ്പോൾ 13 14 സീറ്റുകളുമായി തുടർ ഭരണം നേടുമെന്ന് ആദ്യമൊക്കെ അവകാശപ്പെട്ടിരുന്ന LDF ഇപ്പോൾ 7 സീറ്റ് വരെ നേടുമെന്ന് മാത്രമാണ് അവർക്ക് പറയാൻ കഴിയുന്നത്. 1-ാം വാർഡ് കൊയ്ത്തക്കുണ്ട്, 6-ാം വാർഡ് പാന്ത്ര, 7-ാം വാർഡ് കൽക്കുണ്ട്, 14-ാം വാർഡ് കക്ര, 15-ാം വാർഡ് കരിങ്ങന്തോണി, 17-ാം വാർഡ് ചെമ്പൻകുന്ന്, 18-ാം വാർഡ് അയ്യപ്പൻകാവ്, 20-ാം വാർഡ് വീട്ടിക്കുന്ന്, 22-ാം വാർഡ് പുത്തനഴി എന്നീ 8 വാർഡുകളിൽ മാത്രമായിരുന്നു UDFന് കാര്യമായ ഒരു ഭീഷണി ഉയർത്താൻ LDFന് കഴിഞ്ഞത്. എന്നാൽ പോളിംഗ് മുന്നേറി തുടങ്ങിയപ്പോഴേക്കും 12-ാം വാർഡ് കിഴക്കേത്തലയിൽ മത്സരം കട്ടയ്ക്ക് കട്ടയായതായി തോന്നലുണ്ടാക്കുന്ന തരത്തിൽ CPM പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പോളിംഗ് അവസാനിച്ചപ്പോൾ LDF 50-നടുത്ത ഭൂരിപക്ഷത്തിന് വിജയം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ 75 മുതൽ 100-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കണക്കുകൾ അനുസരിച്ച് UDF ഉറപ്പിക്കുന്നത്. അവസാന വിശകലനം അനുസരിച്ച് LDFന് മേൽക്കോയ്മയുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന കൊയ്ത്തക്കുണ്ട്, പാന്ത്ര, കൽക്കുണ്ട്, കക്ര, കരിങ്കന്തോണി, അയ്യപ്പൻകാവ്, പുത്തനഴി, ചെമ്പൻകുന്ന് വാർഡുകൾ പോളിംഗ് ശതമാനവും പ്രവർത്തകരുടെ വിലയിരുത്തലും അനുസരിച്ച് UDF നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇതിൽ CPMന്റെ ചെങ്കോട്ടയും നാളിതുവരെ കുത്തകയായിരുന്ന കക്ര വാർഡ് UDFന് വിജയിക്കാനായാൽ അതൊരു ചരിത്ര സംഭവമായി മാറും. കക്രയും വീട്ടിക്കുന്നും ഉൾപ്പെടെ പരമാവധി 4 വാർഡുകളാണ് ഇക്കുറി LDFന് ജയിക്കാൻ സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം BJP SDPI സ്ഥാനാർത്ഥികൾക്കും മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഒപ്പം പുന്നക്കാട് നിന്ന് LDFലെ RJD സ്ഥാനാർത്ഥിക്കും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടാനാണ് ഇക്കുറി സാധ്യത. കരുവാരകുണ്ട്, പുന്നക്കാട്, പുൽവട്ട, തരിശ് എന്നീ വാർഡുകളിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥികളായിരിക്കും ഇക്കുറി ഏറ്റവും അധികം ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥികൾ. ഫലപ്രഖ്യാപനം തത്സമയം
കെ ന്യൂസിൽ നിങ്ങൾക്ക് കാണാം. നമസ്കാരം.